പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത് നീട്ടിവെച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്. സണ്ണി ജോസഫിനെ മാറ്റുന്നത് 2 മാസം കഴിഞ്ഞ് മതിയെന്ന വിലയിരുത്തലിൽ ഹൈക്കമാൻഡ്. കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ബെന്നി ബെഹന്നാൻ, VS ശിവകുമാർ, MK രാഘവൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനാ പട്ടികയിൽ. VD സതീശൻ മന്ത്രിസഭയുടെ തുടക്കത്തിൽ തന്നെ KPCC തർക്കം വരുന്നത് പ്രതിച്ഛായയെ ബാധിക്കും എന്ന വിലയിരുത്തലിലാണ് പ്രഖ്യാപനം നീട്ടിയത്. ശരത്ലാൽ വിവരങ്ങളുമായി ചേർന്നുണ്ട് നമുക്കൊപ്പം തത്സമയം. ശരത്ലാൽ, ഇപ്പോൾ ഇതിലും ഇനി അറിയേണ്ടത് ഹൈക്കമാൻഡിന്റെ മനസ്സാണ്. പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇപ്പം സണ്ണി ജോസഫ് ആ സ്ഥാനത്ത് നിന്നും മാറുമ്പോൾ അദ്ദേഹം പുതിയ മന്ത്രിസഭയിൽ മന്ത്രിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയും. ആ അധ്യക്ഷ സ്ഥാനം ഒഴിയുമ്പോൾ ഈ ഒരു ന്യൂനപക്ഷത്ത് നിന്നുള്ള ഒരാളിനെ തന്നെ അവിടെ കൊണ്ടുവരണം എന്ന ഒരു വികാരം നേതാക്കൾക്കിടയിലൊക്കെ ഉണ്ട്. പക്ഷേ പലരുടെയും പേരുകൾ ഈ സ്ഥലത്തേക്ക് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുമുണ്ട്. അപ്പം ഇതിലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റെതാകും അല്ലേ? അതെ സേതുലക്ഷ്മി, KPCC അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഡൽഹിയിൽ ചർച്ചകൾ നടന്നിരുന്നു. അതിലെ പ്രധാനപ്പെട്ടത് കൊടിക്കുന്നിൽ സുരേഷ്, അതേപോലെ ആന്റോ ആന്റണി, ബെന്നി ബെഹനാനൊക്കെ ഡൽഹിയിലെത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതാക്കളുമായിട്ട് തങ്ങളുടെ അവകാശവാദം വ്യക്തമാക്കിയിരുന്നു. കാരണം KPCC അധ്യക്ഷ സ്ഥാനം മാത്രമല്ല 2 വർക്കിംഗ് അധ്യക്ഷന്മാരും സംസ്ഥാന മന്ത്രിസഭയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 വർക്കിംഗ് പ്രസിഡന്റുമാരുടെ സ്ഥാനവും ഒഴിയും എന്നുള്ളതാണ് PC വിശ്വനാഥും അതുപോലെ AP അനിൽകുമാറും. ഏതായാലും KPCC അധ്യക്ഷ സ്ഥാനത്തെ നിശ്ചയിക്കുമ്പോൾ അതിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാന കാരണം നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നൊരാൾ വേണമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി നായരാണെങ്കിൽ പോലും, കാരണം മറ്റു മന്ത്രിസഭയിൽ ക്രിസ്ത്യൻ സമുദായത്തിന് പ്രാതിനിധ്യം കൂടുതലാണെന്ന് ഒരു വിലയിരുത്തലും ഒരു വിശകലനവും പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് VS ശിവകുമാർ, MK രാഘവൻ അടക്കമുള്ള നായർ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളെ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ശരത്ചന്ദ്ര പ്രസാദിനെ പോലെയുള്ള ഈഴവ സമുദായത്തിലുള്ള വ്യക്തികളും തങ്ങളുടെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും VS ശിവകുമാർ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി AICC ജനറൽ സെക്രട്ടറി, ഓർഗനൈസേഷൻ KC വേണുഗോപാലായിട്ടും ഖാർഗെയുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതുതന്നെയാണ് ബെന്നി ബെഹനാനും കഴിഞ്ഞ ദിവസം ഇതേ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു KPCC പ്രസിഡന്റിനെ വെക്കുന്നത്. അത് ഈ ഹണിമൂൺ പീരീഡിൽ, VD സതീശൻ മന്ത്രിസഭയുടെ ഹണിമൂൺ പീരീഡിൽ അത് വീണ്ടും വിവാദങ്ങൾക്കും അല്ലെങ്കിൽ തർക്കങ്ങൾക്കും ഒക്കെ വഴിവെക്കും എന്നൊരു വിലയിരുത്തലാണ് ഹൈക്കമാൻഡിലുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം മാത്രം ഈ കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനമെടുക്കാമെന്ന നിലപാടിലാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ പ്രിയങ്ക ഗാന്ധിയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ KPCC അധ്യക്ഷനും കൂടെ തന്നെ വേണമെന്നൊരു അഭിപ്രായം നേരത്തെ പ്രകടിപ്പിച്ചത്. അവരുടെ അഭിപ്രായം നിർണായകമാണ്. അങ്ങനെയാണെങ്കിൽ അത് ആന്റോ ആന്റണിയിലേക്കും ബെന്നി ബെഹനിലേക്കും വരാനുള്ള സാധ്യത ഏറെയാണ്. എന്നാലും ഒരു ദളിതനാണ് വരുന്നതെങ്കിൽ അത് പ്രധാനമായിട്ടും കൊടിക്കുന്നിൽ സുരേഷിനെത്തും. കാരണം കൊടിക്കുന്നിൽ സുരേഷ് അത് മന്ത്രിസഭയിൽ ഈ തവണ ദളിത് പ്രാതിനിധ്യത്തിൽ ട്രൈബൽ, ഈ ആദിവാസി ഇല്ലാത്ത ഒരു മന്ത്രിസഭയാണ് കേരളത്തിലെ VD സതീശൻ മന്ത്രിസഭ. അത് ആദ്യമായിട്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുകൊണ്ട് പിന്നോക്ക വിഭാഗത്തിന്, ദളിത് വിഭാഗത്തിന് KPCC അധ്യക്ഷ സ്ഥാനം നൽകുന്നതിൽ ഖാർഗെക്ക് താല്പര്യമുണ്ട്. മല്ലികാർജ്ജുന ഖാർഗെക്ക് ആ താല്പര്യം വലിക്കേണ്ടത് ആ പന്ത് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഭാഗത്വവും. ഇവിടെയൊക്കെ KC വേണുഗോപാൽ നിർണായക ശക്തിയാണ്. കാരണം മന്ത്രിസഭയിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരെ കൂടുതലാണ്, പാർട്ടിയിൽ സ്വാധീനം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ KCയുടെ ഒരു നല്ല ബുക്കിലുള്ള ഒരു വ്യക്തിയായിരിക്കും ഇക്കാര്യത്തിൽ KPCC അധ്യക്ഷനാവുക എന്ന സൂചന. മുഖ്യമന്ത്രി ഇപ്പോ ഡൽഹിയിലുണ്ട്. അപ്പം ഈ വിഷയത്തിൽ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ആരായാനുള്ള സാധ്യത എത്രത്തോളമാണ്? സ്വാഭാവികമായിട്ട് ഈ ചർച്ചകളിൽ അല്ലെങ്കിൽ അത്തരമൊരു ചർച്ചകളിൽ ഇന്ന് നടക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം പക്ഷേങ്കിൽ രാഹുലും പ്രിയങ്കയും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തനിച്ചാവുമ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായം തേടിയേക്കാം എന്ന് തന്നെയാണ് നമുക്കറിയുന്നത്. ഏതായാലും അങ്ങനെ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നതിന് പകരം ചർച്ച ചെയ്തെടുക്കുക എന്നതാണ് KC വേണുഗോപാലിനോട് ഹൈക്കമാൻഡ് പറഞ്ഞത്. രമേശ് ചെന്നിത്തലയോട് ചർച്ച ചെയ്യണം, അതേപോലെ തന്നെ സണ്ണി ജോസഫിനോട് ചർച്ച ചെയ്യണം, അദ്ദേഹത്തിന് ആരെങ്കിലും നാമനിർദ്ദേശം ചെയ്യാനുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ തുടർ ചർച്ചകൾ നടക്കും. ആ തുടർ ചർച്ചകൾ ഇപ്പോൾ തുടർന്ന് നടക്കുന്നത് അത് വീണ്ടും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വടംവലിയിലേക്ക്, അല്ലെ പോസ്റ്റർ യുദ്ധത്തിലേക്ക്, ഫ്ലക്സ് യുദ്ധത്തിലേക്ക് പോകുമോ എന്നതാണ് ഹൈക്കമാൻഡിന്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ചാണ്ടി ഉമ്മന്റെ ഫ്ലക്സ് ഉയർന്ന സമയത്ത് തന്നെ ഇക്കാര്യത്തിൽ അത് നീക്കം ചെയ്യണം എന്ന് KPCCയിൽ നിന്ന് നിർദ്ദേശം പോയത്. സേതുലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി.